45 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പരസ്യപ്രചാരണം അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. 101 വാർഡുകളിലും, അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ 101 വാർഡുകളിലും, ഒപ്പം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വാർഡുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ തോതിലുള്ള കൊട്ടിക്കലാശവും ആഘോഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ശക്തി പ്രകടനത്തിനുള്ളൊരു വേദിയാക്കി ഓരോരുത്തരും മാറ്റുന്നു. അവരവരുടെ വാർഡുകളിൽ ആർക്കാണ് ബലം എന്ന് കാണിക്കുന്ന തരത്തിൽ വലിയ ചെറിയ ഗ്രൂപ്പുകളായി പലയിടങ്ങളിലായി വലിയ ആഘോഷത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ മാത്രം ഒരു കഥ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ഒപ്പം 4 നഗരസഭകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 73 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുൾപ്പെടെ 90 തദ്ദേശ സ്ഥാപനങ്ങളിലായി 1838 സീറ്റുകളിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ജില്ലയിലെ 1838 വാർഡുകളിലുമുണ്ട് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊട്ടിക്കലാശവും ആഘോഷങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകളിലൊക്കെ അതാത് വാർഡുകളിലെ ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. അവരുടെ സ്ഥാനാർത്ഥിയും പ്രാദേശിക നേതാക്കളും. അതിനപ്പുറത്തേക്ക് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നില്ലെങ്കിൽ കൂടിയും അതാത് വാർഡുകളിൽ ശക്തി തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രാദേശിക വിഷയങ്ങൾ, അതിനൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു മാസക്കാലം കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലായിടങ്ങളും തിരുവനന്തപുരത്തേക്ക് മാത്രം വന്നാൽ LDF-നെ പ്രതിക്കൂട്ടിലാക്കിയ ശബരിമല സ്വർണ്ണക്കവർച്ച, UDF-നെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണ കേസുകൾ, BJP-ക്കെതിരെ LDF ആരോപിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണന, കോർപ്പറേഷനിലാണെങ്കിൽ കൗൺസിലറുടെയും RSS നേതാവിന്റെയും ആത്മഹത്യകൾ, സഹകരണ ബാങ്ക് ക്രമക്കേട് തുടങ്ങി പൊതുവായ വിഷയങ്ങളും ഒപ്പം പ്രാദേശികമായ വിഷയങ്ങളുമൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കാരണം അവിടെ BJP-യും CPM-ഉം കോൺഗ്രസും ഇത്തവണ അവരുടെ അഭിമാന പ്രശ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. ഇത്തവണ പക്ഷേ മത്സരം കടുത്താൽ 2015 ആവർത്തിക്കുമോ എന്നുള്ള ഇത് മുന്നണികൾക്കൊക്കെ ഉണ്ട്. കാരണം 2015 നമുക്കറിയാം, ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തിരുവനന്തപുരം കോർപ്പറേഷൻ നേരിട്ടത് 2015-ലാണ്. അതായത് 3 മുന്നണികൾക്കും അന്ന് കേവല ഭൂരിപക്ഷം നേടാനായില്ല. 100 വാർഡിലായിരുന്നു അന്നത്തെ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. അതിൽ LDF-ന് 42-ഉം UDF-ന് 22-ഉം NDA-ക്ക് 34-ഉമാണ് കിട്ടിയത്. മറ്റുള്ളവർക്ക് 3-ഉം കിട്ടി. ഏതായാലും ഏറ്റവും വലിയ മുന്നണി എന്ന നിലയിൽ ഭരണം LDF അന്ന് നിലനിർത്തി. LDF-നെ സംബന്ധിച്ച് 2020-ലെ തെരഞ്ഞെടുപ്പിൽ അവർ കേവല ഭൂരിപക്ഷത്തിലേക്ക് തിരിച്ചെത്താൻ അവർക്ക് കഴിഞ്ഞു. 52 സീറ്റ് നേടി. കൂടുതൽ മുന്നേറി ഭരണം പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിച്ച BJP-ക്ക് പക്ഷേ അല്പം നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അവർ കഴിഞ്ഞ തവണ 35 സീറ്റിലേക്ക് എത്തി. പക്ഷെ തകർച്ച എന്ന് പറയുന്നത് UDF-നായിരുന്നു. കേവലം 10 സീറ്റിൽ, ഒരു കാലത്ത് പ്രതിപക്ഷമായിരുന്ന UDF ഇത്തവണ വെറും 10 സീറ്റിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങേണ്ടി വന്നു. അതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. BJP-യുടെ ഒരു സീറ്റ് LDF പിടിച്ചെടുത്തു. അതോടെ NDA 3 സീറ്റിലെത്തി. LDF-ന് 53 എന്ന തരത്തിലേക്ക് ഇതെത്തുകയും ചെയ്തു. പക്ഷേ നോക്കൂ, ഇത്തവണ UDF ഒരു ആലസ്യമൊക്കെ മാറ്റിയിട്ട് ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വലിയ വിമതശല്യമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഇത്തവണ K. മുരളീധരൻ അതിന് ചുമതല കൊടുക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ LDF-നെ സംബന്ധിച്ച് LDF-നൊരു ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 45 വർഷമായിട്ട് തുടർച്ചയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുകയാണ് LDF. ഇത്തവണ കൂടി LDF-ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ 50 വർഷം തുടർച്ചയായി കോർപ്പറേഷൻ ഭരിച്ചു എന്ന ചരിത്രം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. എന്തായാലും ഈ പുനഃസംഘടനയോടെ വാർഡുകളുടെ എണ്ണം 100-ൽ നിന്ന് 101 ആയിട്ടുണ്ട്. ഘടന മാറിയ വാർഡുകൾ ഇത്തവണ ആരെയൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായും മുന്നണികൾക്കും പാർട്ടികൾക്കും ഒക്കെ ഉണ്ട്. എന്തായാലും കേവല ഭൂരിപക്ഷത്തിന് താഴെ പോകാതെ ഭരണം നിലനിർത്താനുള്ളൊരു പോരാട്ടമാണ് LDF ഇത്തവണ നടക്കുന്നത്. ആ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതുപോലെ ഭരണം നേടി പ്രധാനമന്ത്രിയെ തലസ്ഥാനത്ത് എത്തിക്കുമെന്നൊക്കെയാണ് NDA പറയുന്നത്. എന്തായാലും
10 സീറ്റിൽ നിന്ന് ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്തി ഭരണം തിരിച്ചുപിടിക്കുക എന്നതാണ് BJP സംബന്ധിച്ച് ഇവരുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ മത്സരം നടക്കുന്നു എന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ചിത്രം. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇവിടെ 4 നഗരസഭകളാണ് തിരുവനന്തപുരത്തുള്ളത്. നെയ്യാറ്റിൻകര, വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്. ഈ 4 നഗരസഭകളും നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. അതായത് വലിയ ഞാൻ നേരത്തെ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അവർക്ക് വലിയ തോതിലുള്ള ഒരു മേൽക്കൈയുള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകര ഈ നൂറ്റാണ്ടിൽ LDF UDF മാറി മാറി ഭരിച്ച നെയ്യാറ്റിൻകര നഗരസഭയിൽ നേരിയ ഭൂരിപക്ഷമേ എല്ലാവർക്കും ഉള്ളൂ. അതായത് നിലവിൽ LDF ഭരണസമിതിക്ക് 1 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ നെയ്യാറ്റിൻകര. അതുകൊണ്ട് ഭയങ്കര ടൈറ്റ് മത്സരം നടക്കാൻ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള, അതായത് മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഏറ്റവും ടൈറ്റ് മത്സരം നടക്കാൻ പോകുന്നത് തലസ്ഥാനത്ത് തന്നെയാണ്. 3 മുന്നണികളും ഒരേ ആവേശത്തിൽ ഒരേ പ്രതീക്ഷയിൽ നിൽക്കുന്ന ജില്ല കൂടിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ആവേശ കാഴ്ചകളാണ് കണ്ടത്. ഇനി മിനിറ്റുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിന് ബാക്കിയുള്ളത്.